അപ്പോൾ നമ്മുടെ സ്വന്തം കോഴിക്കോട് എത്തിയേക്കാണ്. ഫസ്റ്റത്തെ വണ്ടിയാണ് ഇത്. നമ്മുടെ മാമന്റെ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ പണി പഠിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഫസ്റ്റത്തെ വർക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റീറിംഗ് ഓൾറെഡി ഫിറ്റ് ചെയ്ത വണ്ടിയാണ്. ക്രൂസ് കൺട്രോൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാണ്ട് സ്റ്റീറിംഗ് ഫിറ്റ് ചെയ്ത ഷോപ്പിൽ കറക്റ്റ് ഫിറ്റ്മെന്റ് ചെയ്യാണ്ട് അതിന്റെ ആംഗിൾ സെൻസറിന്റെ വാണിംഗ് എത്തി. അതുപോലെ തന്നെ ക്ലോക്ക് സ്പ്രിങ് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 3-4 ആഴ്ച അവർ ഷോറൂമിൽ കയറി ഇറങ്ങിയിട്ടാണ് ആ ഒരു വാണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കളഞ്ഞ്. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതി നമ്മളെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മാമന്റെ ഷോപ്പിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സന്തോഷമാണ്. ഞാൻ വർക്ക് പഠിച്ച ഷോപ്പിലിട്ട് തന്നെ ഫസ്റ്റത്തെ കോഴിക്കോട് വണ്ടി തന്നെ ചെയ്യാൻ കിട്ടിയതിൽ. എയർ ബാഗിന്റെ ഒരു സെക്ഷൻ അയച്ചപ്പോൾ കണ്ടില്ലേ, വയറൊക്കെ ആകെ കട്ട് ചെയ്ത് കൊളാക്കിയിട്ടൊക്കെയാണ്. അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഈ ഒരു ലുക്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ വരുന്നത് അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് സ്പ്രിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ബേസ് മോഡലിന്റെ ക്ലോക്ക് സ്പ്രിങ് സെപ്പറേറ്റ് അവർ രണ്ടാമത് പോയിട്ട് ആംഗിൾ സെൻസർ അടക്കം മാറ്റിയാണ്. ഏകദേശം 4900-5000 രൂപ റേഞ്ചിൽ മുടക്കിയിട്ട് അവർ മാറ്റിയതാണ് അടുത്തത്. അപ്പോൾ ഇത് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. വേറെ വാണിംഗ് കാര്യങ്ങളൊന്നും കത്തണില്ല. കറക്റ്റായിട്ട് അലൈൻമെന്റ് ചെയ്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോളും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം. വേറെ മീറ്ററിൽ ക്ലസ്റ്ററിൽ വേറെ വാണിങ്ങോ ആംഗിൾ സെൻസറിന്റെയോ എയർ ബാഗിന്റെയോ ഒരു വാണിങ്ങും ഇല്ല. ക്രൂസ് കൺട്രോളിന്റെ ആ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ അവിടെ മീറ്ററിൽ ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സെറ്റ് ബട്ടൺ ഞെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര കിലോമീറ്ററുള്ള അത് കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ആക്സിഡന്റ് കൊടുക്കാണ്ട് തന്നെ വണ്ടി തന്നെ പോകും. ഇനിയിപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ബ്രേക്ക് പിടിച്ചാൽ മതി. കിലോമീറ്റർ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഇതെല്ലാം ഇതിൽ വർക്കിംഗ് തന്നെയാണ് എന്നുള്ളതാണ്. സ്റ്റീരിയോടെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ല, സ്റ്റീരിയോയിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് വണ്ടികൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ക്രൂസ് കൺട്രോളും സ്റ്റീറിങ്ങും മറ്റുള്ള മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ബേസ് മോഡൽ വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ വർക്ക് പഠിച്ച ആ ഒരു സ്ഥലം കേട്ടോ, എൻ്റെ മാമൻ്റെ ഷോപ്പ്. നമ്മൾ ഇവിടുന്നാണ് ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ മാമേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള എന്തായാലും അടുത്ത വീഡിയോസൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആണ്.